ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓക്കെ, ഞാൻ പുട്ടുണ്ടാക്കി. അരിപ്പുട്ടാണ്, കടലക്കറിയാണ്. കടല, ഗ്രീൻ പീസ്, ക്യാരറ്റ് എല്ലാം കൂടെ ചേർന്നുള്ള ആണ്. ഞാൻ ഇന്ന് രാവിലെ ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോ. അതായത് കണ്ട നല്ല കുഴകുഴുന്നനെയുള്ള കറിയാണിത്. സൂപ്പറാവും കൂട്ടുകാരെ, പുട്ട് കഴിക്കാൻ എളുപ്പ വിദ്യ. പിന്നെ തേങ്ങ വറുത്തിട്ടിരുന്ന നിങ്ങൾക്ക് അതും എളുപ്പമാണ്. വറുത്തിടണം. ഒരു ദിവസം മെനക്കെട്ട് ഞായറാഴ്ച ഏതെങ്കിലും ഒരു ദിവസം ഒരു 2 തേങ്ങ എടുത്ത് ഉരുളിയിൽ എന്തിലെങ്കിലും വറുത്ത് ഒരു കുപ്പിയിൽ, ഗ്ലാസ് ഇട്ട കുപ്പിയിലിട്ട് അടച്ചു വെച്ചിരുന്ന ഇതുപോലെ കടല വേവിച്ചിട്ട് നമ്മൾ ആ ശകലം 2 സ്പൂൺ എടുത്താൽ മതി. എടുത്തിട്ട് അത് അരച്ച് ചേർത്താൽ മതി. അപ്പോഴും കടലക്കറി. പിന്നെ ഇത് അവിടെ അത് തേങ്ങയൊന്നും ഇല്ല എന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് ഇങ്ങനെ ഞാൻ ഉണ്ടാക്കി കാണിച്ച കേട്ടാ കൂട്ടുകാരെ. ഇങ്ങനെ ഉണ്ടാക്കണമല്ലോ. ഓക്കെ, ഞാൻ കഴിച്ചു നോക്കട്ടെ. ഇങ്ങനെ വെച്ചൊന്ന് നോക്കണേ കൂട്ടുകാര്, കൊള്ളാവോന്ന്. ഇതെൻ്റേത് മാത്രമാകട്ടെ. ഇത് ഞാനൊരു വർഷങ്ങളായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഒരു 30-32 വർഷമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. 32 വർഷത്തിന് മുമ്പുള്ള റെസിപ്പിയായത്. ഓക്കെ, കഴിച്ചു നോക്കട്ടെ. സൂപ്പർ 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 ടേസ്റ്റാണ്. ഞാൻ ലാസ്റ്റ് ഉപ്പിടുന്ന കേട്ടോ. കടുവൊന്നും വറുത്ത് ഒഴിച്ചില്ല ഞാൻ. ആ വെളിച്ചെണ്ണ തന്നെയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. കടുവ വറുത്ത് ഒഴിക്കുമ്പോൾ കുറച്ചുകൂടെ എണ്ണ ചിലവാകൂലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒഴിക്കൂല. നിങ്ങൾക്ക് ടേസ്റ്റിന് കഴിക്കണമെങ്കിൽ ഇച്ചിരി കടുവ വറുത്ത് ഒഴിച്ചോ. ഞാൻ ഉപ്പ് പിന്നെ ഇടത്തുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ കുക്കറിൽ വേവത്തില്ല. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.